ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, ഈ മാസം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ജോബ് സംബന്ധമായി, സാമ്പത്തികപരമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 4, 5, 3, 21, 13, 4, 7, 12, 3. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, കറണ്ട് സിറ്റുവേഷൻ എന്താണ്? മജീഷ്യനാണ് വന്നിരിക്കുന്നത്. ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നതായി, വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ സെലിബ്രേഷൻ, നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു വലിയ ഭാഗ്യം ഇപ്പോൾ സ്റ്റക്കായി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. ഒന്നുകിൽ വിവാഹമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യമായിരിക്കാം. ഇവിടെ സ്റ്റക്കാണ്, മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ, ഒരു മജീഷ്യൻ്റെ ഇടപെടൽ കാരണം, ഒരു മജീഷ്യൻ്റെ പ്രവർത്തനം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഈഗോ കാരണം, ചില വ്യക്തികളുടെ ഈഗോ കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു സന്തോഷത്തെ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നു. അത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വളരെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ വളരെ ദുഃഖത്തിലൂടെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ആ സന്തോഷത്തിലേക്ക് കടന്നു പോകാൻ പറ്റാത്തവണ്ണം ഒരു മജീഷ്യൻ്റെ ഇടപെടൽ ഇവിടെയുണ്ട്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മന്ത്രവാദി. ഓക്കെ, മന്ത്രവാദിയുടെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കിപ്പം കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഒരു ശക്തിയുടെ, ഒരു പിറകിൽ നിന്നുള്ള ഒരു ബ്ലാക്ക് എനർജിയുടെ ഒരു ബന്ധനം ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, ഈ മാസം എൻ്റെ വ്യൂസിന് ഉയർച്ച ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മാസം ഒരു ഉയർച്ച കാണുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചശക്തിയിൽ നിന്നുമുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നതായി കാണുന്നു. ഇപ്പോൾ നിങ്ങൾ ഐസൊലേഷൻ ആയിരിക്കാം. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിൽ ആരുടെ മുന്നിലും നിങ്ങൾക്കിനി യാചിക്കുവാൻ ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം. എവിടെ ചെന്നിരുന്നാലും നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിരിക്കാം. ഓക്കെ, ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു എനർജി, തകർന്നിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഈ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചം നിങ്ങൾക്ക് ഈ മാസം ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. പ്രപഞ്ചത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പ്രപഞ്ചത്തിലെത്തിയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ വ്യൂസ്, ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ? നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളൊരു പക്ഷേ കംപ്ലീഷനിൽ ആകാത്ത ചില സിറ്റുവേഷൻ ആയിരിക്കും, പകുതിക്ക് വെച്ച് നിന്ന് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ്. ഓക്കെ, ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്തായാലും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച എന്താണോ അത് നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾ അല്പമായിരിക്കും പ്രാർത്ഥിച്ചിട്ടുള്ളത്, എന്നാൽ പ്രപഞ്ചം അത് പൂർണ്ണമാക്കി തീർക്കുന്നു. നിങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്ന എന്ത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിന്നും പ്രപഞ്ചം നിങ്ങൾക്ക് അനുഗ്രഹത്തെ കൊണ്ടുതരുന്നു. ഓക്കെ, യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നിങ്ങളോടെ ഉണ്ട്. സ്പിരിച്വൽ ആയിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത്. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം, എന്തെങ്കിലും മാനസികമായ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരുമായിട്ടായാലും, ഇപ്പം അച്ഛനും അമ്മയായിട്ടാണെങ്കിലും സുഹൃത്തുക്കളായിട്ടാണെങ്കിലും ലവ് റിലേഷൻ ആണെങ്കിലും ആരുമായിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറി കിട്ടുമോ? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, അവസാനിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടേത്. ഓക്കെ, എല്ലാ തരത്തിലും ഒരു മൗനമായിരിക്കാം, നിങ്ങളോട് മുന്നോട്ട് പോകുവാൻ സാധിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സമയമായിരിക്കുന്നു. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അവസാനിച്ചുകൊണ്ട് പുതിയ വഴി, ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഒരു റീയൂണിയൻ എന്തായാലും ഉണ്ടാകുന്നുണ്ട്, ഒരു റീബർത്ത് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. ഒരു മാറ്റമാണ്. ഇവിടെ ബട്ടർഫ്ലൈയെ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാറ്റം, സന്തോഷം, പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, ചില ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ജോബിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ജോബ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഒരു ഉയർച്ച വരുമോ? ജോബ് ഇല്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ ജോബ് എത്രയും പെട്ടെന്ന് എൻ്റെ വ്യൂസിലേക്ക് കടന്നു വരുമോ? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. തീർച്ചയായിട്ടും
പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക, നിങ്ങളുടെ മനോബലം തകർന്നു പോകാതിരിക്കുക. 2 ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ജോലി വന്നു ചേരുന്നതായി കാണുന്നു, നിങ്ങൾക്ക് വേണ്ടി ഓഫർ വന്നിരിക്കുന്നതായി കാണുന്നു. അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. വന്നു ചേരുന്നു എന്നുള്ളതല്ല, വരാൻ പോകുന്നു എന്നല്ല, വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ നിങ്ങളുടെ യാത്ര ഒരുക്കിക്കൊള്ളുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ, അതിതീവ്രതയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സമയമായിരിക്കുന്നു. ജോലി സംബന്ധമായിട്ട് ഒരു ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ്. ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുവെങ്കിൽ ആ ശക്തി നോക്കൂ, എത്ര സ്പീഡിനാണ് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി നിങ്ങളിലേക്ക് അതീവ ശക്തിയോടുകൂടി തന്നെ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ജോലിയിൽ ഒരു മാറ്റം വരുന്നതായി കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകുമോ? 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ചില മൂഡ് സ്വിങ്സ് പോലെയുള്ള കാര്യങ്ങൾ, മാനസികമായി തകർന്നു പോയിരിക്കുന്ന ചില സിറ്റുവേഷനിൽ നിങ്ങൾ തളർന്നു പോയിരിക്കും, ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ വഴികളെ നിങ്ങൾ അന്വേഷിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് ആ വിഷമങ്ങളിൽ തളർന്നു പോയിരിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പുതിയ രീതിയിലൊരു വഴിത്തിരിവ്, ഒരു ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ തന്നെ തിരിച്ചു വിളിക്കുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അവിടെ ഇരിക്കുകയാണ്. ആക്ഷൻ എടുക്കുന്നില്ല, വിഷമത്തിലാണ്, നെഗറ്റീവ് എനർജിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു വഴിത്തിരിവാണെന്നും ഞാൻ ഇതിനു വേണ്ടി എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ടെന്നും എനിക്ക് ഒരു സെക്കൻഡ് പോലും മാറ്റി വയ്ക്കാനില്ല എന്നുള്ളതും, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ജോലിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടിട്ടോ ഒന്നും അല്ലല്ലോ. നമ്മൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തേടിയെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധി നമുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് നിങ്ങൾ ഇടാതെ നഷ്ടപ്പെട്ടത് തന്നെ എനിക്ക് തിരിച്ച് വേണമെന്ന് വിചാരിച്ച് നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഒരുപാട് കൊടുക്കേണ്ടി വരും. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിലപിടിച്ച സമയങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് സാമ്പത്തിക ടൈറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്ങിനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ മുമ്പിലല്ല ഇരിക്കുന്നത്. ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമ്മളുടെ പുറകിലാണ്. ഓക്കെ, പുറകിലെന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിച്ച് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കപ്പുകൾ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞു പോയിരിക്കുന്ന കപ്പുകളാണ്. അയ്യോ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ബോസിന് എന്നോടൊരു താല്പര്യവുമില്ല, എൻ്റെ ജോലിയിൽ എനിക്ക് ഒരുപാട് സ്ട്രഗിളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ട്രഗിളും കാര്യങ്ങളും മാത്രം നോക്കി വിഷമിച്ച് ഓരോ ദിവസവും നമ്മൾ ജോലിയിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു. എന്നാൽ യൂണിവേഴ്സ് വെച്ചിരിക്കുന്ന പിറകിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള കപ്പാണ്. എന്തുകൊണ്ട് യൂണിവേഴ്സിന് അത് ഫ്രണ്ടിൽ വെച്ചുകൂടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മുന്നിലല്ല കൊണ്ടുതരുന്നത്. നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചെങ്കിലായിരിക്കും നമുക്ക് ആ ബ്ലെസ്സിങ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഓക്കെ, നിങ്ങളിലേക്ക് ബ്ലെസ്സിങ് വന്നു ചേരുന്നു എന്നുള്ളതാണ്. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരത്തില്ല. പക്ഷേ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിനെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് വന്നു ചേരുന്നതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ബാലൻസിങ്ങിൽ വരുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി തന്നെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണെങ്കിലാണ്. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഈ കംഫർട്ട് സോൺ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല, അയ്യോ എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് മറികടക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ചുരുണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ അബൻഡൻസിനെ നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ, ഞാൻ എന്താണ് വരുന്നിടത്ത് വെച്ച് കാണാം, എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് പ്രവർത്തിച്ച് നോക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അബൻഡൻസ് കടന്നു വരുന്നു. ടെമ്പറൻസിൻ്റെ എനർജിയാണ്, ഒരു മാറ്റം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, യൂണിവേഴ്സിൽ നിന്നുള്ള ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് പകർന്ന് വരുന്നതായി കാണാം. ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് അനുഗ്രഹത്തെ പകരുകയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നിറഞ്ഞു കവിയുന്ന അനുഗ്രഹത്തെ നൽകുന്ന ഒരു എനർജിയാണ്, ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു. ഓക്കെ, റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നു. നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞവർ യൂണിവേഴ്സിനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു,
അടുത്ത സമയത്തായി എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വന്ന സ്ട്രഗിൾ എന്താണ്? എന്ത് സ്ട്രഗിളാണ് അടുത്ത സമയത്തായി എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ബ്ലോക്കേജ് ആണ്. 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില തേർഡ് പാർട്ടീസിൻ്റെ ഇടപെടൽ കാരണം, ചില തേർഡ് പാർട്ടികളുടെ ഇടപെടൽ കാരണം നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജുകൾ ഉണ്ടായതായി കാണുന്നു. നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിരുന്ന എന്തോ ഒരു കാര്യം ഇവിടെ ബ്ലോക്ക് ആയിരിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ വിജയത്തിലോ ഇവിടെ ഒരു പരാജയം ഫേസ് ചെയ്തതായി കാണുന്നു. ഓക്കെ, എക്സാമിലോ മറ്റോ പരാജയം ഫേസ് ചെയ്തതായി കാണുന്നു. ജോലി ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു സിറ്റുവേഷനിൽ ബ്ലോക്ക് പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്നു. വിദേശത്തേക്ക് കടന്നു പോകാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്കിൽ നിങ്ങൾക്കത് ബ്ലോക്കായി നിൽക്കുന്നു. അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ബ്ലോക്കേജ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്ട്രെങ്ത് വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്ട്രഗിൾ കൂടുതലായിട്ടുള്ളതായി കാണുന്നു. എളുപ്പം കിട്ടേണ്ട ചില കാര്യങ്ങൾ എല്ലാവർക്കും എളുപ്പം കിട്ടി കാണും, പക്ഷേ നിങ്ങളിലേക്ക് എത്തുന്നത് വളരെ സ്ട്രഗിൾ പിടിച്ചിട്ടാണ് അത് എത്തുന്നത്. കറങ്ങി ചുറ്റിയാണ് എത്തുന്നത്. കുറേ സമയം പിടിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം നടക്കുന്നതിന്. അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള സ്ട്രഗിൾ. അതൊരു തേർഡ് പാർട്ടി കാരണം ലഭിക്കുന്ന എനർജി കൂടി ആണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചശക്തി തരുന്ന ഗൈഡൻസ് എന്താണ്? എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്നത്? ഓക്കെ, നമുക്ക് വേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കാത്തോളം കാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വ്യക്തികളും കടന്നു വരികയില്ല. ഓക്കെ, നമ്മളുടെ കർമ്മയിലേക്ക് നമ്മൾ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റിൽ നമ്മൾ ഇരയാകും. ഓക്കെ, നമ്മളോട് ചോദിക്കും, യൂണിവേഴ്സ് ചുമ്മാതെ ഒരു ജീവനെ ഭൂമിയിലേക്ക് ഇട്ടതല്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചോദ്യോത്തരങ്ങൾക്ക് വിധി ഇവിടെ തന്നെ, ഈ ഭൂമിയിൽ തന്നെ മരിച്ചു ചെന്നതിന് ശേഷമല്ല നമുക്ക് വിധി ലഭിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസവും ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള, ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസം തന്നെ നമുക്കതിൻ്റെ കർമ്മം നമുക്ക് വരും. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അത് ചെയ്യാത്തതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ഭാഗത്ത് നമുക്ക് ബ്ലോക്കേജുകൾ ഉണ്ടാകും. ആ സമയത്ത് തന്നെ ജഡ്ജ്മെൻറ്റ് നമുക്ക് അപ്പുറത്തുണ്ടാകുകയാണ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പം ഒരു കുടുംബമാണെന്ന് വെച്ചോ. ആ കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ജോലിക്ക് വേണ്ടി പോകുന്നില്ല. അവർ മടി പിടിച്ചിരിക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ കർമ്മ അവർ ചെയ്യുന്നില്ല. അപ്പോൾ ആ കർമ്മ ചെയ്യാത്തതിൻ്റെ പേരിൽ അവർക്ക് വരുന്ന പ്രശ്നം എന്താണ് വരുന്നത്? അവരെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തികൾക്ക് സ്ട്രഗിൾ ഉണ്ടാകുന്നു, അവർക്ക് സ്ട്രഗിൾ ഉണ്ടാകുന്നു, ആഹാര സാധനങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാകുന്നു, മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ പോകുന്നു, പെട്ടെന്ന് തന്നെ അസുഖങ്ങളും കാര്യങ്ങളും അവിടെ കടന്നു വരുന്നു. അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കർമ്മം നമ്മളെ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് നമ്മൾ പോകുക. സ്വയം നമ്മൾ മൂടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകാതിരിക്കുക. ഓക്കെ, നമ്മൾ തന്നെ അഴിക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്. നമ്മളെപ്പോഴും പറയും തേർഡ് പാർട്ടി നമുക്ക് ബ്ലാക്ക് മാജിക് ചെയ്തു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്നു. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെപ്പോഴും ഫയർ ആയിരുന്നാൽ നമ്മളെ ആരും ഒന്നും ചെയ്യത്തില്ല. നമ്മൾ തണുത്തുറഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വെള്ളം പോലെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ വന്ന് കല്ലെടുത്തെറിയുകയും അഴുക്കാക്കുകയും ഒക്കെ ചെയ്യും, അല്ലേ? നമ്മൾ ഫയർ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന എന്ത് ബ്ലാക്ക് മാജിക് ആണെങ്കിലും അത് കത്തിക്കരിഞ്ഞു പോകും. നമ്മൾ ഫയർ ആകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കുക ഒന്ന്. രണ്ടാമതായി നമ്മളുടെ ബോഡി എപ്പോഴും ഹീറ്റായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്വാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരിയാണ്, ഒരു മൊബൈലോട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഒരു മണിക്കൂർ, ജസ്റ്റ് ഒരു സമയം നോക്കാൻ എടുക്കുന്ന മൊബൈലായിരിക്കും. നമ്മൾ ഒരു മണിക്കൂർ നമുക്ക് വേസ്റ്റായി പോകും, അല്ലേ? അപ്പം അതുപോലെയല്ല, നമുക്ക് നമ്മുടെ ഓരോ സമയവും ഏറ്റവും വിലപ്പെട്ടതായി തീരണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ കൈയും കാലും ഒക്കെ കെട്ടി സ്വയം ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് ആക്ഷൻ എടുക്കണം, എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് തീരുമാനമെടുക്കുകയും അതൊരു ബുക്കിൽ നോട്ട് ചെയ്യുകയും അതിനുവേണ്ടി എഫേർട്ട് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയും വരില്ല. കാരണം നിങ്ങൾ ഫയറാണ്. നിങ്ങൾ ഫയറായിരിക്കുമ്പോൾ വരുന്ന നെഗറ്റീവ് എനർജി അവിടെ ചാമ്പലായി പോകും. പക്ഷേ നിങ്ങൾ തണുത്തിരിക്കുന്ന, അല്ലെങ്കിൽ കരഞ്ഞിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, അയ്യോ എനിക്കൊന്നും പറ്റില്ല, എനിക്ക് കരച്ചിലാണ്, എന്നെ എല്ലാവരും ചതിച്ചുകൊണ്ടേയിരിക്കുന്നു, എനിക്കൊരു വഴിയുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളിലേക്ക് ആ വെള്ളത്തിൽ എങ്ങനെയാണോ അഴുക്കും പൊടിയും വന്ന് ചേർന്ന് ആ മലിനമായ വെള്ളമായി മാറുന്നത്, അതുപോലെ നിങ്ങളാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫയർ ആകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ, നിങ്ങളുടെ സോളിനെ കത്തിജ്വലിപ്പിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലാതായി പോകും. ഓക്കെ, നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാണ്ടായി പോകും. നിങ്ങൾ നിങ്ങളെ തന്നെ ബന്ധിച്ച് നിർത്തിയിരുന്നാൽ നിങ്ങളുടെ ജീവിതം അന്ധകാരത്തിലേക്ക് കടന്നു പോകുമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നൽകുന്ന ബ്ലെസ്സിങ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റ് എന്താണ്? ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗിഫ്റ്റ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്.
ഓക്കെ, നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ ബന്ധിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ തകർത്തിരുന്നതായിട്ടുള്ള ചില വ്യക്തികളെ, ചില ബ്ലാക്ക് എനർജികളെ അവസാനിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി, ചില വ്യക്തികളുടെ ശരിയായ ഭാവങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ മറഞ്ഞിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കാൻ പോകുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്, എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് നടപടി വരാൻ പോകുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് വിഷയത്തിന് വേണ്ടിയിട്ടാണ് കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥന ഇവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. എന്തെങ്കിലും കോടതി കേസുമായിട്ട് ബുദ്ധിമുട്ടി നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾ തകർന്നു പോകുമോ, നിങ്ങൾ കുഴിയിൽ വീണു പോകുമോ എന്ന് ഭയന്നിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പോകുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഉത്തരവ് വരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐക്യം കടന്നു വരുന്നു, നിങ്ങൾക്ക് സന്തോഷം കടന്നു വരുന്നു. നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മറുപടി ഉദയമാണ് വരുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ തകർന്നു പോവുകയില്ല. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു സ്റ്റെപ്പ് വെച്ചെങ്കിൽ മാത്രമാണ് യൂണിവേഴ്സിനത് പ്രവർത്തിക്കാൻ കഴിയുന്നത്. കാരണം നിങ്ങൾക്കൊന്നും ആക്ഷൻ എടുക്കാതെ നിങ്ങൾ തന്നെ സ്വയം ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കുഴിയിലേക്കായി പോകും. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളെ മുന്നോട്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഞാൻ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ കൊണ്ടുവരും. അതെങ്ങനെ ചെയ്യും, എന്തിനെങ്കിലും കുറിച്ചെങ്കിലും പഠിച്ചിട്ടാണെങ്കിലും ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ കരഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയല്ല, ഞാൻ തകർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. എൻ്റെ ജീവിതം എനിക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ജീവിതം. ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തികപരമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വായ്പ വാങ്ങുന്ന വ്യക്തിയല്ല, വായ്പ കൊടുക്കുന്ന വ്യക്തിയായി മാറിയിരിക്കും. എൻ്റെ കൈകളിൽ യൂണിവേഴ്സ് അനുഗ്രഹത്തെ തന്നിരിക്കുന്നു. അത് ഞാൻ യൂസ് ചെയ്യാനുള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് കണ്ടോ നിങ്ങൾ കയ്യിൽ, നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇതെന്ന് പറയുന്ന വണ്ണം, ഇത് നമ്മുടെ അറബിൽ 8 എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വണ്ണം, ഇത് 8. ഓക്കെ, അപ്പം ഇത് നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 99 ആണ് വരുന്നത് അല്ലേ. 8 1 9, ഇവിടെ 8 1 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ, നമ്മൾ ഈ ഭൂമിയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ പല വിശ്വാസത്തിലാണെങ്കിലും ആ ദൈവത്തിൻ്റെ 99 പേരുകളാണ് നമ്മളുടെ ഉള്ളം കയ്യിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളം കയ്യിൽ തന്നിരിക്കുന്നത്. അപ്പം ഈ കൈ വെച്ച് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരും. ഓക്കെ, ഇത് വെച്ച് നമ്മൾ എന്തിനെ അനുഗ്രഹിച്ചിരുന്നാലും സാധിക്കും. റീക്കി ഹീലിംഗ് ചെയ്യുന്നവരുടെ കൈകളിലാണ് ശക്തി പ്രവഹിക്കുന്നത്. ഓക്കെ, ആ കൈ വെച്ച് എടുത്ത് വെക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് പവറായിട്ടുള്ള എനർജി വരുന്നത്. ശരിക്കും ദൈവിക നാമത്തെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പേഴ്സിനെ ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, എന്നും പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പേഴ്സിലൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരല്ല. നമ്മൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ഇതിൽ സംഭവിക്കും എന്നുള്ള വിശ്വാസം നമ്മൾ ക്രിയേറ്റ് ആകണം. അതിനുവേണ്ടി എന്ത് വിഷയമായിട്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാകട്ടോ, നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നാകുന്നതിന് വേണ്ടി, സ്നേഹമുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ ഡെയിലി നിങ്ങളുടെ കൈ തന്നെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഒരു 3 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക. പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസ് ചെയ്യുക. പോസിറ്റീവ് മാത്രമേ പറയാവൂ. ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊന്നും കടം, അതുപോലെ തന്നെ തേർഡ് പാർട്ടി, എൻ്റെ പ്രശ്നം, അങ്ങനെയുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്ത്, കാരണം ആ യൂസ് ചെയ്യുന്ന വാക്കുകളായിരിക്കും ഇവിടെ ഫിക്സ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം എഴുതി വെച്ചതിന് ശേഷം പറയുക. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നെഗറ്റീവ് വന്നു പോകും. അപ്പം പറയേണ്ടത് എന്താണ്, നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എന്നിലേക്ക് ഈ വ്യക്തി കടന്നു വന്നതിനായി നന്ദി, ഈ വ്യക്തിയുടെ സ്നേഹം എനിക്ക് തന്നതിനായി നന്ദി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പങ്കാളി ആയതിനായി നന്ദി, താങ്ക് യു, എന്നിലേക്ക് തിരിച്ചു വന്നതിനായി നന്ദി.
എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു, ആ വ്യക്തിയുടെ സ്നേഹത്തിനെ അനുഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബുക്ക് അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. സാമ്പത്തികം വർദ്ധിക്കട്ടെ, എൻ്റെ പേഴ്സിൽ സമ്പത്ത് വർദ്ധിക്കട്ടെ, എൻ്റെ പേഴ്സ് ഒരു അക്ഷയപാത്രമാണ്, നിറഞ്ഞു കവിയട്ടെ, സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകട്ടെ. ഈ സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് എന്താണ്? പണം വന്ന് നിറയുന്നതായിട്ട്, ആ പണം യൂണിവേഴ്സിൽ നിന്നും വന്ന് നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പ്രത്യേകം പറയാനുള്ളത്, കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു തീർക്കട്ടെ, എൻ്റെ കടമെല്ലാം കൊടുത്തു തീർക്കട്ടെ, അവർക്ക് കൊടുക്കാനുള്ള പൈസ കിട്ടട്ടെ എന്നൊന്നും പ്രാർത്ഥിക്കരുത്. കാരണം നിങ്ങളിലെ പൈസ നിറയുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ അവരുടെ പൈസ കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. കാരണം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നത് മൊത്തവും നിങ്ങളിൽ നിന്ന് ഒഴുകി അങ്ങോട്ടങ്ങ് പൊക്കോളും. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളിൽ തന്നെ നിറമുണ്ടാകട്ടെ, സാമ്പത്തികം നിങ്ങളിലേക്ക് നിറയട്ടെ. അപ്പം എന്തായാലും നിങ്ങൾ കൊടുക്കുമല്ലോ. അപ്പോൾ പിന്നെ കൊടുക്കുക എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വീടില്ലാത്തവർ വീടിൻ്റെ ഒരു പടം വരച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് വീടുണ്ടായിരിക്കുന്നു, പ്രപഞ്ചം എനിക്ക് വേണ്ടി വീട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എന്താവശ്യമാണോ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇതുപോലെ ഡെയിലി ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നാളെ വീട് കിട്ടുമെന്നല്ല ചെയ്യുക. ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വരും. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും, വിശ്വസിക്കുന്നവർക്ക് മാത്രം. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ടാരോ കാർഡ്സ് പഠിപ്പിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റോടുകൂടി പ്രാക്ടിക്കൽ ക്ലാസ്സും നിങ്ങൾക്ക് നൽകുന്നതാണ്. ദയവായി പ്രാക്ടിക്കൽ ക്ലാസ്സും നൽകുന്നതാണ്. നിങ്ങൾ ചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു.